സോഹോ സിയറത്തിന്റെ പുതിയൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമൽദേവ് അനിൽകുമാർ. ഈ ഒരു സെക്ഷനിലൂടെ സോഹോ സിയറത്തിലെ ക്യാൻവാസ് എന്താണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളതും അത് നമുക്ക് എങ്ങനെ സോഹോ സിയറത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞുള്ള ഔട്ട്പുട്ടുമായിരിക്കും ഈ ഒരു സെക്ഷനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരിക. സോ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഞാനുള്ളത് ഹോം പേജിലാണ്. നമുക്കറിയാം നേരെ നമുക്ക് സെറ്റിംഗ്സിലേക്കായിരിക്കണം നമുക്ക് പോകേണ്ടത് ക്യാൻവാസ് ആക്സസ് ചെയ്യാനായിട്ട്. സെറ്റിംഗ്സിലേക്ക് പോവുക. കസ്റ്റമൈസേഷൻ അണ്ടറിൽ ക്യാൻവാസ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഇന്റർഫേസ് കിട്ടും. അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ക്യാൻവാസ് 3 തരം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ലിസ്റ്റ് വ്യൂ, പിന്നൊന്ന് ഡീറ്റെയിൽ വ്യൂ, പിന്നൊന്ന് ഫോം വ്യൂ. ആ 3 വ്യൂസും എവിടെ ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഇവിടെ ടോപ്പിലായിട്ട് ഹെഡേഴ്സ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ കറന്റ് നമ്മളിപ്പോൾ ഉള്ളത് ലിസ്റ്റ് വ്യൂവിന്റെ അണ്ടറിലാണ്. ഓക്കെ, ഇവിടെ കാണുന്നതും കുറച്ച് ഡീഫോൾട്ട് ആയിട്ട് സോഹോ സിയർ നിങ്ങൾക്കായിട്ട് തരുന്ന കുറച്ച് ലിസ്റ്റ് വ്യൂസ് ആണ്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. ഇനി ഇതല്ല വേണ്ടെന്നുള്ളതിൽ നിങ്ങൾക്ക് സ്ക്രാച്ചിൽ നിന്ന് ഒരു ലിസ്റ്റ് വ്യൂ ബിൽഡ് ചെയ്യാം. സോ അതിലേക്ക് നമുക്ക് വരാം. അടുത്തതായിട്ടുള്ളത് ഡീറ്റെയിൽ വ്യൂ ആണ്, പിന്നെ ഫോം വ്യൂ എന്താണെന്നാണ്. അടുത്തതായിട്ട് ഡീറ്റെയിൽ വ്യൂ ആണ്, പിന്നെ ഫോം വ്യൂ. സോ ഓരോന്നും എന്താണ്, എവിടെയാണ് ഈ വ്യൂ, ഈ ഡീറ്റെയിൽ വ്യൂ, ഫോം വ്യൂ, ലിസ്റ്റ് വ്യൂ എവിടെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും കാണിച്ചു തരാം. സോ അതിന് മുൻപായിട്ട് എന്താണ് ക്യാൻവാസ്, അതിന്റെ ഫീച്ചേഴ്സ്, എവിടെ നമുക്കിത് ബിൽഡ് ചെയ്ത് തുടങ്ങാം. സോ സ്ക്രീനിൽ കാണുന്ന പോലെ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് ന്യൂ ലിസ്റ്റ് പേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയ ലിസ്റ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരു മൊഡ്യൂൾ ചൂസ് ചെയ്യുക. ശേഷം കസ്റ്റം ലിസ്റ്റ് ചൂസ് ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഇന്റർഫേസ് വളരെ ഡിഫറെന്റ് ആയിരിക്കും. ഒരു ഡിസൈനിങ് ഏരിയ, ഒരു ഡിസൈനിങ് സ്പേസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലിസ്റ്റ് വ്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ സ്ക്രീനിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സോഹോ സിയാറത്തിൽ ഇൻബിൽട്ട് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ്. നിങ്ങൾക്കത് ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഇഷ്ടാനുസൃതം ചൂസ് ചെയ്യാവുന്നതാണ്. സോ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴും വേറെ കുറച്ച് ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു ലിസ്റ്റ് വ്യൂ നിങ്ങളുടെ സോഹോ സിയാറത്തിലേക്ക് അപ്ലൈ ചെയ്യാം. മറിച്ച് ഇതല്ല, എനിക്കൊരു സ്ക്രാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ബിൽഡ് ചെയ്യാം. സോ ബിൽഡ് ചെയ്യുന്നത് ക്രിയേറ്റ് ബ്ലാങ്ക് ടെംപ്ലേറ്റ് ചൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. വന്നതിന് ശേഷം ഇവിടെ ഓരോ ഫീച്ചേഴ്സും, ക്യാൻവാസ് നിങ്ങൾക്കായി തരുന്ന ഓരോ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് വ്യൂ പ്രിപ്പയർ ചെയ്യാം. സോ ഇതായിരിക്കും അതിൻ്റെ ഒരു ടോട്ടൽ റെസൊല്യൂഷൻ നമുക്ക് വേണ്ടിയിട്ട് തരുന്നത്. സോഹോ സിയറത്തിലെ ലിസ്റ്റ് വ്യൂവിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു കംപ്ലീറ്റ് സ്പേസ്. ഈ ഒരു കംപ്ലീറ്റ് ബ്ലാങ്ക് സ്പേസിലായിരിക്കും നമ്മുടെ ഓരോ എലമെന്റ്സും അല്ലെങ്കിൽ ക്യാൻവാസിന്റെ ഓരോ ഫീച്ചേഴ്സും നമ്മൾ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുക. സോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരിക്കും. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എലമെന്റ്സ് എന്നൊരു സെക്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓരോ സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ എന്ന് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. സോ ഞാനൊരു വലിയൊരു സെക്ഷൻ്റെ അകത്ത് ഇങ്ങനൊരു സെക്ഷൻ ഞാൻ ഇവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. സി, ഇനി നെക്സ്റ്റ് തിങ് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ എനിക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടെ കീപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇമേജസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം, ഐക്കൺസ് ആഡ് ചെയ്യാം, എന്തെങ്കിലും ലൈൻസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോ ലൈൻസും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്രയും ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത ഓരോ കാര്യങ്ങളെയും വീണ്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. നമുക്ക് കളേഴ്സ് ആഡ് ചെയ്യാം, ഫോൺ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ഫോൺ സൈസ് ചേഞ്ച് ചെയ്യാം, അലൈൻമെന്റ്സ് വെക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ വെക്കാം, ഇമേജസ് ആയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം, ഗ്രേഡിയൻ ബാക്ക്ഗ്രൗണ്ട്സ് കൊടുക്കാം, പിന്നെ ബോർഡേഴ്സ് ആഡ് ചെയ്യാം, ഷാഡോസ്, റേഡിയസ്, പാഡിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിന്റെ വിസിബിലിറ്റി ഹൈഡ് ചെയ്ത് വെക്കണോ, ഷോ ചെയ്ത് വെക്കണോ. സോ വിസിബിലിറ്റി ഈസ് നത്തിങ് ബട്ട്, ഇപ്പൊ ഇവിടെ ഷോ എന്നാണ് കിടക്കുന്നത്. ഞാൻ ഹൈഡ് കൊടുത്തു കഴിഞ്ഞാൽ സി, അത് ഫ്രണ്ട് എൻഡിൽ, അതായത് കസ്റ്റമർ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, ഫ്രണ്ടിന്റെ യു ഐയിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു എലമെന്റ് ഇവിടെ കാണാൻ പറ്റില്ല. കാരണം നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറിച്ച് ഷോ ചെയ്ത് നമുക്ക് വെക്കാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ബോർഡർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബോർഡർ തിക്നെസ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, അതുപോലെ തന്നെ ലൈനിന്റെ തിക്നെസ്സും, ലൈൻ നമുക്ക് ഏത് തരം ലൈൻ, ഏത് പാറ്റേൺ ലൈൻ, ലൈൻ കളർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കംപ്ലീറ്റ് ഐഡിയയിൽ നമ്മളൊന്ന് ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു കംപ്ലീറ്റ് വ്യൂ നമുക്ക് വരുന്നത് നമ്മൾ ആദ്യം കണ്ട കുറച്ച് സാമ്പിൾസ് ഏതാണോ ആ ഒരു ലുക്ക് ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഞാനിവിടെ ക്രിയേറ്റ് കൊടുത്ത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ സോഹോ സിയർ നമുക്ക് തരുന്ന ഒരു ടെംപ്ലേറ്റ്. അപ്പം നിങ്ങൾക്കറിയാം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വരുന്നുണ്ട്, ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതും വളരെ ഈസിയാണ്. ജസ്റ്റ് സെലക്ട് ചെയ്യുക,
ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇന്റർഫേസ് ആയിരിക്കും വരിക. ഇത് പ്രിവ്യൂ മാത്രമാണ്. ഈ ഒരു ടെംപ്ലേറ്റ് എങ്ങനെയാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ കറന്റ് കാണാനിരിക്കുക, ഇതുപോലെ ആയിരിക്കും കാണുക. സോ അതിൻ്റെ ഒരു പ്രിവ്യൂ കണ്ടതിന് ശേഷം സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ വേണ്ട കാര്യങ്ങൾ നമുക്ക് മാറ്റം വരുത്താം. ഫോർ എക്സാമ്പിൾ, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോ പേരുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ്, ഓരോ എലമെന്റ്സ് എന്ന് പറയുന്നത് ഫീൽഡുകളാണ്. ഈ ഫീൽഡുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇതൊന്ന് ചൂസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഫീൽഡ് എന്നൊരു ഓപ്ഷൻ ചൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫീൽഡ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്ത് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും വലിയ ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം, അതൊരു പേരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, അത് മാൻഡറ്ററി ആണ്. സോ അതും അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ചൂസ് ചെയ്ത് നമുക്കത് ഫസ്റ്റ് നെയിം ആക്കി വെച്ച് കഴിഞ്ഞാൽ ആളുടെ പേര് അവിടെ കാണിക്കും. സോ ഈ ഒരു വ്യൂ തന്നെയായിരിക്കും, ഈ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിക്കുന്ന ഈ ഒരു വ്യൂ തന്നെയായിരിക്കും നമുക്ക് ഫ്രണ്ട് എൻഡിൽ നിന്ന്, അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസിൽ നിന്ന് കാണുക. സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇമേജ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇമെയിൽസിന്റെ സെക്ഷൻ, പിന്നെ ഇതൊരു ഐക്കൺ ആണ്. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐക്കൺസും കൊടുക്കാവുന്നതാണ്. ഐക്കൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ സെയിം രീതി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഐക്കൺ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഇൻബിൽട്ട് ഐക്കൺസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരു ഐക്കൺ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇമെയിൽ ഫീൽഡ് ആയതുകൊണ്ടാണ് അവിടെ ഒരു ഇമെയിൽ ഐക്കൺ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഫോൺ ഫീൽഡ് ആയതുകൊണ്ടാണ് ഫോൺ ഐക്കൺ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് വ്യൂവിലേക്ക് പോവാം. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ള വ്യൂസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ വ്യൂ ആണ്. ഡീറ്റെയിൽ വ്യൂവിന്റെ ഒരു പ്രിവ്യൂ ഞാൻ കാണിച്ചിരുന്നു. സോ കറന്റ് ഞാൻ ഓൾറെഡി ഒരു ഡീറ്റെയിൽ വ്യൂ ഞാൻ ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുതിയ ഒരെണ്ണം എങ്ങനെ ഉണ്ടാക്കുന്നു, ക്രിയേറ്റ് റെക്കോർഡ് ഡീറ്റെയിൽ പേജ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴത്തെയും പോലെ മൊഡ്യൂൾ ചൂസ് ചെയ്യുക. സെലക്ട് ലേഔട്ട് നമ്മുടെ ഫീൽഡ് ലേഔട്ട് മാത്രമാണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലേഔട്ട്സ് ഉണ്ടെങ്കിൽ ഏത് ലേഔട്ട് ആണോ, ഏത് ലേഔട്ടിലേക്കാണോ ഡീറ്റെയിൽ വ്യൂ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ സെയിം ഇന്റർഫേസ് ബട്ട് വേറെ വർക്ക് അറൗണ്ട് ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ നമുക്ക് ആ ഒരു വർക്കിംഗ് സ്പേസ്, ഡിസൈനിങ് സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറെ ഇൻബിൽറ്റ് ടെംപ്ലേറ്റ്സ് ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാവുന്നതാണ്. ഒരു ഡീറ്റെയിൽ വ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ യൂസർ കാണേണ്ട ഒരു വ്യൂ എന്താണോ അതാണ് ഇവിടെ. സോ ഇത് കുറച്ച് ഇൻബിൽറ്റ് ടെംപ്ലേറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്തെടുക്കണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ബ്ലാങ്ക് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് സ്ക്രാച്ചിൽ നിന്ന് ആദ്യം മുതലേ ഒരു പുതിയൊരു ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടത്തിന് പല കളർ, പല ഡിസൈൻസ് യൂസ് ചെയ്ത്, പല സ്റ്റൈൽസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ എനിക്ക് ഇതിൽ യാതൊരു ചേഞ്ചസും വരുത്തണ്ട, എനിക്ക് ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ മതി എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. സെലക്ട് ക്ലിക്ക് ചെയ്യുക, ഈ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മാൻഡറ്ററി ആയിട്ടുള്ള ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ് ക്യാൻവാസിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളത്. സോ നമുക്കറിയാം ഇത് ലീഡ്സ് മൊഡ്യൂളിലാണ്. ലീഡ്സ് മൊഡ്യൂളിലെ ഡീറ്റെയിൽ വ്യൂ എന്ന് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് ഡിസൈൻ ഞാൻ പേര് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇത് എനിക്ക് എവിടുന്ന് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുമെന്നായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ചോദ്യം. സോ സേവ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ശേഷം ലീഡ്സ് മൊഡ്യൂളിലേക്ക് നമുക്കിനി പോവാം. എങ്ങനെയാണ് ഇത് കാണാനുണ്ടാകുക എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇന്റർഫേസ് ആണ് ലിസ്റ്റ് വ്യൂ. നമ്മൾ നേരത്തെ ഒരു ലിസ്റ്റ് വ്യൂവിൽ ഒരു ടെംപ്ലേറ്റ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്തു, കസ്റ്റമൈസ് ചെയ്തു, സേവ് ചെയ്തിരുന്നു. ഓക്കെ, ലിസ്റ്റ് വ്യൂ നമുക്ക് ചൂസ് ചെയ്യുന്ന ഏരിയ ആയിരിക്കും ഇവിടുന്ന്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസ് ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റം ലിസ്റ്റ് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സി, ഇതായിരുന്നു നമ്മൾ നേരത്തെ ഡിസൈൻ ചെയ്തിരുന്ന വ്യൂ. സോ ഇതിന്റെ കളേഴ്സും ഫോൺസും ഒക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പോലെ അത്രയും ഭംഗി ആയിക്കൊണ്ടിരിക്കും. ഒന്നാമത്തത്. രണ്ടാമത് ഡീറ്റെയിൽ വ്യൂ. നമുക്കറിയാം റെക്കോർഡ് ഓപ്പൺ ചെയ്ത് കിട്ടുന്ന ആ ഒരു വ്യൂ ആണ് ഡീറ്റെയിൽ വ്യൂ. സോ ഇതാണ് സോഹോ സിയറത്തിന്റെ ഇൻബിൽറ്റ് വ്യൂ എന്ന് പറയുന്നത്. വളരെ ഡീസെന്റ് ആയിട്ടുള്ള, വളരെ സ്റ്റാൻഡേർഡ് ആൻഡ് മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ. സോ ഇതിലേക്ക് നമ്മൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻവാസ് അപ്ലൈ ചെയ്യണമെങ്കിൽ വെരി ബോട്ടം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെക്കോർഡ് ഡീറ്റെയിൽ പേജ് വ്യൂസ് എന്നൊരു ഡ്രോപ്പ് ഡൗൺ നിങ്ങൾക്ക് കിട്ടും. ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വ്യൂ ഇവിടെ ചൂസ് ചെയ്യാം, ലീഡ്സ് ഡീറ്റെയിൽ വ്യൂ. അപ്പൊ നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ, കംപ്ലീറ്റ് ഇന്റർഫേസ് മാറി, കംപ്ലീറ്റ് യുഐസ് മാറി. നമ്മൾ ഇവിടെ സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഏതൊരു ലീഡിലേക്ക് പോയാലും ഓപ്പൺ ചെയ്യുന്നു, നേരെ സ്ക്രോൾ ഡൗൺ, ദെൻ ആ ഒരു വ്യൂ നമുക്കിവിടെ ചൂസ് ചെയ്യാം.
ഓക്കെ. സോ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ട് ഓരോ ലീഡ്സിലേക്കും പോകുമ്പോഴും നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യേണ്ടി വരില്ലേ എന്നുള്ളത്. നമുക്കത് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. ഈ വ്യൂ എല്ലാ ലീഡ്സ് മൊഡ്യൂളിലേക്കും അല്ലെങ്കിൽ എല്ലാ ലീഡ്സ് റെക്കോർഡിലേക്കും ഈ വ്യൂ തന്നെ മതി എന്നുള്ള രീതിയിൽ എനിക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സിലേക്ക് പോവുക, ക്യാൻവാസിലേക്ക് പോവുക, ശേഷം ഡീറ്റെയിൽ വ്യൂ ആണ് നമുക്ക് വേണ്ടത്. ഡീറ്റെയിൽ വ്യൂ എടുക്കുക, എഡിറ്റ് കൊടുക്കുക. എഡിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ നമ്മളെ പഴയ വർക്കിംഗ് സ്പേസ് ഡിസൈനിങ് സ്പേസിലേക്ക് നമ്മൾ തിരിച്ചു വരും. വന്നതിന് ശേഷം ക്യാൻവാസ് അസൈൻമെന്റ് റൈറ്റ് സൈഡ് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഡീഫോൾട്ട് ആയിട്ട് നിങ്ങൾക്ക് ഏത് വ്യൂ ആണ് വേണ്ടതെന്നുള്ളത്. സോ ഞാൻ എല്ലാത്തിനും ലീഡ് ഡീറ്റെയിൽ വ്യൂ ഞാൻ ചൂസ് ചെയ്യാണ് എല്ലാ യൂസേഴ്സിനും. ഓക്കെ. ഇത് അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ വ്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ യൂസറിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോ റോൾ വൈസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഓരോ ഡിസൈൻസും. ഓക്കെ. തൽക്കാലം ഞാൻ ഈ ഒറ്റ ഡിസൈൻ എല്ലാവർക്കും കൂടെ കൊടുക്കുകയാണ്. ഞാൻ സേവ് ചെയ്യുന്നു ആൻഡ് സേവ്. ഇനി ഞാൻ തിരിച്ച് ലീഡ് മൊഡ്യൂളിലേക്ക് പോകുന്നു. ഇനി ഞാൻ മാനുവലി പോയി എപ്പോഴും സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒരു റെക്കോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസിൽ തന്നെ ആയിരിക്കും വ്യൂ ചെയ്യുക. സോ ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ക്യാൻവാസ് ഡിസൈൻ നമ്മുടെ ലീഡ്സിലെ ഡീറ്റെയിൽ വ്യൂവിലേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ആയിട്ടുള്ളത് ഫോം വ്യൂ എന്താണെന്നുള്ളതാണ്. സോ അതിനു വേണ്ടി നമുക്ക് തിരിച്ച് സെറ്റിംഗ്സിലേക്ക് പോകുന്നു. ശേഷം ക്യാൻവാസ് ചൂസ് ചെയ്യുന്നു. ശേഷം ഫോം വ്യൂ ചൂസ് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ക്രിയേറ്റഡ് ആണ്. സോ സെയിം സ്റ്റെപ്സ് തന്നെ ആയിരിക്കും ഇവിടെ അപ്ലൈ ചെയ്യുക. ക്രിയേറ്റ് ഫോം പേജ് കൊടുക്കുക, മൊഡ്യൂൾ ചൂസ് ചെയ്യുക, ലീഡ്സ് എടുക്കുക, ക്രിയേറ്റ് കൊടുക്കുക. ഓക്കെ. കൊടുത്തതിന് ശേഷം ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്ക്രാച്ചിൽ ഒന്ന് ബിൽഡ് ചെയ്യാം. സോ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച ഡിസൈൻ വെച്ച് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ലീഡ്സ് മൊഡ്യൂളിലേക്ക് തിരിച്ച് ഞാൻ പോവുകയാണ്. ഓക്കെ. ലീഡ്സ് മൊഡ്യൂളിലേക്ക് പോയതിനു ശേഷം ഫോം വ്യൂ എവിടെയാണ് വരുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. ഫോം വ്യൂ വരുന്നത് വേറെ എവിടെയോ അല്ല, ഒരു ലീഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴോ ഒരു ലീഡ് എഡിറ്റ് ചെയ്യുമ്പോഴോ വരുന്ന ആ ഒരു വിൻഡോ, ആ ഒരു ഇന്റർഫേസ് ആയിരിക്കും ഫോം വ്യൂ എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്രിയേറ്റ് ലീഡ് ക്ലിക്ക് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഇവിടെ ആദ്യം കാണാൻ പോകുന്ന ഒരു ഇന്റർഫേസ് നോർമൽ സോഹോ സിആർഎത്തിന്റെ സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആയിരിക്കും. ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോം വ്യൂ അപ്ലൈ ചെയ്യാം. സ്ക്രോൾ ഡൗൺ, സ്റ്റാൻഡേർഡ് വ്യൂവിൽ നിന്ന് ക്രിയേറ്റ് എഡിറ്റ് പേജ് ചൂസ് ചെയ്യുന്നു. യെസ്, ലീവ് ദ പേജ്. സോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് വേറെ പുതിയ ക്യാൻവസിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു UI ആണ്. സോ ഇങ്ങനെയാണ് നിങ്ങൾ വളരെ ഈസി ആയിട്ട് എല്ലാ വ്യൂസും ബിൽഡ് ചെയ്യുക. ഇനി ഫൈനലായിട്ട് നമ്മൾ ഒരു മൊഡ്യൂളിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാൻവാസ് ടെംപ്ലേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇപ്പോൾ കറന്റ് ഉള്ളത് ഒരു ഡെമോ അക്കൗണ്ടിലാണ് ഓഹോ സൊല്യൂഷന്റെ. അതിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻവാസ് വ്യൂ ആണ്. ഒരു സെക്കൻഡ് യൂസ്ഡ് വെഹിക്കിൾസിന്റെ ഒരു CRM ആണ് ഉദ്ദേശിക്കുന്നത്. അതിലെ സ്റ്റോക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ ഇവിടെ നിങ്ങൾ കാണുന്ന എല്ലാം ഓരോ കാർസ് ആണ് സ്റ്റോക്സ് മൊഡ്യൂളിൽ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കാണാൻ ആ കാറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് ഇമേജസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇത് ഒരു എക്സാമ്പിൾ ആണ്. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങളെ വളരെ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് ഒരു ക്യാൻവാസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സോഹോ CRM-ത്തിൽ. സെക്ഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ.